ഭയങ്കര ചേളേരി പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ബ്രോൺസ് പിന്നെ ഇവരെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞതില്. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എന്റെ അപ്ലയൻസിനോടും അതുപോലെ തന്നെ എന്റെ ടീംമേറ്റ്സിനോടുമാണ്. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ടീമില്ലാതെ നമുക്ക് ഒരിക്കലും ഇതിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂല. ഞാൻ ഇതിനു മുന്നേ വേറെ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഓരോ ടാർഗറ്റ് ഉണ്ടായിരുന്നു ചെയ്യാനൊക്കെ. നമ്മളതിൽ ജോയിൻ ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിൽ കയറുമ്പോൾ ഇത്ര പോയിന്റ് കംപ്ലീറ്റ് ചെയ്യണം, പ്രൊഡക്ഷനും റൈറ്റ് കൂടുതലായിരുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ആ ഒരു 50 പോയിന്റ് എന്നുള്ളൊരു ഇതാണ് അതിലുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 10,000 രൂപയോളം വേണം. നമ്മള് എങ്ങനെങ്കിലൊക്കെ ചെയ്ത് ഇതായാലും പക്ഷെ നമുക്ക് കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും അതില് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊക്കെ ഓരോ നിയമമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിലൊന്നും വല്ലാതെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അതിന് ലെഫ്റ്റ് അടിച്ച് പോന്നു. പ്രഗ്നന്റ് ആയ രീതിയിൽ തീരെ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ പിന്നെ അതിന് പോന്നു. പിന്നെ അതിന് ശേഷം ഒരു ഓൺലൈൻ വർക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സുബീനത്തമയമാണ് എനിക്ക് ഇതൊരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തി തന്നത്. അവര് ഞാനായിട്ട് യാതൊരു പരിചയമില്ല, ഓൺലൈനായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഈ ഒരു വർക്ക് കാരനാണ് അവരെ പരിചയപ്പെട്ടത്. അതിനോട് കൂടെ തന്നെ വേറൊരു ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന റംല വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, 4 Hour ആണ് തോന്നുന്നത്. അപ്പൊ അവരും എന്നെ ഇതേപോലെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ 2 മീറ്റിംഗും എനിക്ക് ആ ലിങ്ക് ഒക്കെ തന്നിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ഈ വെസ്റ്റേജിന്റെ ലിങ്ക് ആണ് അതിൽ അറ്റൻഡ് ചെയ്തത് മീറ്റിംഗ്. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോ തന്നെ സാർ ഇങ്ങനെ പേരൊക്കെ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒരു പേടിണ്ടായിട്ട് അതിന് ലീവായി പോയി. പിന്നെ രണ്ടാമത്തെ ടൈം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായതും അപ്പൊ കേട്ടപ്പോ ഇൻട്രസ്റ്റ് തോന്നി, ഐഡിയ എടുത്തു. ഫസ്റ്റ് മാസമൊക്കെ കുറച്ച് വീക്കായിരുന്നു. പിന്നെ പിറ്റത്തെ മാസമൊക്കെ മുതല് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടീമിനൊക്കെ അങ്ങനെ ഏകദേശം അങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നു. ഏകദേശം കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ ഇപ്പൊ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കൊണ്ടുവന്ന വ്യക്തി ഇപ്പൊ ഇതിലില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ഷംന ടീച്ചറാണ് എന്നെ ഇതിലേക്ക് ഇപ്പൊ എന്നെ കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. ടീച്ചർ ഇവിടെ ഭയങ്കര തന്നെയാണ്. ടീച്ചർ ഞാൻ ഒരു പ്രാവശ്യം നേരിൽ കണ്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ടീച്ചറെ മോനും അതുപോലെ തന്നെ എന്റെ മക്കളും പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ടീച്ചറെ. അതുകൊണ്ട് ടീച്ചറോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഭീമ മാഡം നമുക്ക് സപ്പോർട്ട് ചെയ്തു തരുന്ന വ്യക്തിയാണ്. നമ്മുടെ മെന്റർ ആയിട്ടുള്ള ഷാജി സാറ്. മെയിൻ നമുക്ക് ഇതില് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടിങ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാല് അതിലൊരു സപ്പോർട്ടിങ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് ലെഫ്റ്റും റൈറ്റും മാച്ച് ആയിട്ട് വേണം കിട്ടണമെങ്കിൽ ഇതങ്ങനൊന്നും ഇല്ല. നമുക്ക് ഇതിലുള്ളത് പറഞ്ഞാല് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യുക, അത് മാച്ചിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടുള്ള ഇൻകം കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ആദ്യം കുറച്ചൊക്കെ കിട്ടുള്ളൂ. അതിന് തന്നെ തോനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂല. പിന്നെ എന്നുള്ളത് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. എന്റെ സ്വയം എക്സ്പീരിയൻസിന് ഒരു ശതാവരി മാക്സ് ഇതൊക്കെ ഞാൻ പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 5-8 മാസം പീരീഡ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ അതിന് ഡോക്ടർ ഒന്നും കാണിച്ചില്ല. നമ്മളിതിൽ തന്നെ വിനോദ് സാറോട് ചോദിച്ചിട്ട് സാറ് നമുക്ക് അതിനുള്ള പ്രൊഡക്റ്റ് പറഞ്ഞു അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ തന്നെ പീരീഡ്സും കാര്യങ്ങളായി. പിന്നെ നമ്മളെ തുളസി ഡ്രോപ്സ് അതും സൂപ്പർ റിസൾട്ട് ആണ്. എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവുമ്പോഴും അതുപോലെ തന്നെ വേറെ എന്ത് ഇഷ്യൂ ആയാലും ഇപ്പൊ ജലദോഷമോ ചുമയൊക്കെ ആണെങ്കിൽ 1 വയസ്സുള്ള മോൻക്ക് വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവനെ ഇടയ്ക്കിടയ്ക്ക് മാസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലായിരുന്നു ഈ കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ട്. ഇപ്പൊ അതിനൊക്കെ ഒരു കുറവുണ്ട്. ഞാനും മക്കളും തമ്മിൽ ഇപ്പം ഞാനും മക്കളും തമ്മിൽ കുറച്ചൊരു അകൽച്ചയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് അതൊരു ഭാഗ്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ ടീം, ഇത് ഒരുപാട് ലീഡേഴ്സ് എന്റെ ടീമിലുണ്ട്. നല്ല കട്ടക്ക് നിൽക്കുന്ന ടീമാണ്. അവരൊക്കെ നല്ലൊരു നിലയിൽ എത്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെയും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓരോ പിന്നവലും അച്ചീവ് ചെയ്യിപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വിനോദ് സാറ് എന്തൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും രോഗത്തിനെ കുറിച്ചായാലും എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചായാലും സാറോട് ചോദിച്ചാല് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം തരുന്ന ഒരു വ്യക്തിയാണ്. അത് ഇന്നില്ലെങ്കിൽ നാളേക്കൊക്കെ നിൽക്കല്ല, മാക്സിമം അന്ന് ചോദിക്കുന്ന അന്ന് തന്നെ സാർ നമുക്ക് അതിന്റെ റിപ്ലൈ തരലുണ്ട്. സാറിന് ഒരുപാട് താങ്ക് യു. പിന്നെന്താ, ഫസ്റ്റ് അതായത് ചെറിയൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ പറയാ നമ്മളിപ്പോ
ഒറ്റയ്ക്ക് നമുക്ക് എന്തായാലും ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂല. നമ്മൾ ടീമായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്താലേ നമുക്ക് ഒരു ലെവലിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഇപ്പൊ പുതുതായി വന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ കൂടി അവര് ജസ്റ്റ് അറിയും എനിക്ക് ഇതിലേക്ക് ആള് കിട്ടണില്ല, ഞാൻ പറഞ്ഞിട്ട് ആള് നെഗറ്റീവ് ആണ്, ഒരുപാട് പേരോട് പറഞ്ഞ് അവരൊക്കെ നെഗറ്റീവാന്ന് പറയുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മൾ സാർ എപ്പോഴും പറയുന്നതാണ് നമ്മളോട്, നമ്മൾ ഇത് ജോയിൻ ചെയ്ത പാടന്നെ അയൽവാസികളോടും ഫ്രണ്ട്സിനോടും ഫാമിലിനോടും ഒന്നും പോയി പറയരുത്. അവര് ഉറപ്പായാലും നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാനേ അവര് നിൽക്കുള്ളൂ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ നന്നാകുന്ന മറ്റുള്ളവർക്ക് കണ്ടുകൊടുത്ത അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ടീം ബിൽഡ് ചെയ്യണം എന്നുള്ളെങ്കിൽ നമ്മൾ ലിങ്ക്, ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ലീഡേഴ്സ് ടീംമേറ്റ്സിന് അങ്ങനത്തെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ ഉണ്ടാക്കി തരുന്ന ആ ലിങ്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു മനസ്സെങ്കിലും കാണിക്കുക. ഷെയർ ചെയ്താൽ ഉറപ്പാണ് ആ ടീമിലേക്ക്, ആ ഒരു ഗ്രൂപ്പിലേക്ക് ആളുകൾ കണക്ട് ആയി വരുന്നുണ്ടാവും. അത് ഉറപ്പാണ്. അത് എന്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയണേ. നമ്മൾ എങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസം അത് ഷെയർ ചെയ്യാൻ മറന്നാ അതിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ ഷെയർ ചെയ്താൽ എന്തായാലും വരും. ആ വന്ന വ്യക്തികൾ തന്നെ പെട്ടെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. അവര് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അതുപോലെ ഗ്രൂപ്പ് ആണെങ്കിലും അവരെ പേഴ്സണലി പോയിട്ട് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ വിളിച്ചിട്ടൊക്കെ ആണെങ്കിൽ അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുള്ളൂ. അതില് ചില ആളുകൾ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവര് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് വേറെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വിചാരിച്ച് വരുന്നുണ്ടാവും. നമ്മളിപ്പോ ഓരോ ഗ്രൂപ്പ് കയറുന്ന പൊതുവായ ആളെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ. അതേ മൈൻഡ് സെറ്റിൽ വരുന്ന വ്യക്തികളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. 2-3 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടും അവര് വരുന്നില്ലാണെങ്കിൽ അവരെ രണ്ടും ഒഴിവാക്കിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കോൾ ചെയ്ത് ടൈമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ അവർക്ക് ഒരു റിമൈൻഡർ കൊടുക്കുക, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ അയക്കണം, ഒന്ന് ജോയിൻ ചെയ്യുമോ എന്നുള്ളത്. അപ്പം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യും. പിന്നെ കുറെ ആളുകൾ വന്ന് എനിക്ക് ആളെ കിട്ടില്ല അങ്ങനെ ടെൻഷനിൽ പോകാൻ നിൽക്കണം. നമ്മളതിൽ തന്നെ ടീമിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ. കുറെ ഒരുപാട് ആളുകളോട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പറയും. കുറെ ആളുകൾ കയറി വരും അതുപോലെ തന്നെ. എന്നിട്ട് ആ കയറി വന്ന ആളുകളൊന്നും ചിലപ്പോ ഐഡി ആക്ടിവേഷൻ ചെയ്യേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേ അങ്ങനെയൊന്നും ഉണ്ടാവൂല. അപ്പൊ അവരവിടെ ഡൗൺ ആവും. പക്ഷെ അവിടെ ഇരുന്നിട്ട് വിജയിച്ച വ്യക്തികൾ തന്നെ നമ്മുടെ ടീമിൽ തന്നെ, എന്റെ ടീമിൽ തന്നെ ഉണ്ട്. കുറെ അങ്ങനെ ക്ഷമിച്ചിരിക്കും. അവര് ഡൗൺ ആയാലും അവര് നമ്മൾ പറഞ്ഞാണ്ട് ഏതൊരു ഇതായാലും വിജയവും പരാജയം ഒക്കെ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റൂല. കുറച്ച് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ടീമില് നമ്മൾ ആളുകൾ വന്നാലും അവര് അധിക ആളുകളും ഇപ്പൊ ഒരു 20 ആളുകൾ കയറിയാൽ തന്നെ ടീമില് കണക്ട് ആയാൽ തന്നെ അവര് ഒരു 10 ആളുകളാവും ചിലപ്പോൾ അതിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയാം. അതിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഐഡി എടുത്താൽ തന്നെ ഒരു 5 പേര് ഐഡി എടുത്താൽ തന്നെ അതിൽ 1-2 പേര് മാത്രമേ അതിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആവശ്യക്കാരെന്തായാലും നമ്മളിലേക്ക് എത്തന്നെ ചെയ്യും. അപ്പൊ അത് ടെൻഷൻ അടിച്ചാണ് നമ്മൾ ബാക്ക് ആവാതിരിക്കുക. നമ്മൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുക. എനിക്കിതിൽ സംസാരിക്കാൻ ഒരു അവസരം തന്ന ഷാരി സാറോട് പ്രത്യേകം താങ്ക് യു. എല്ലാവർക്കും, എന്റെ ലീഡേഴ്സിനും എന്റെ ടീംമേറ്റ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. വിഷ് യു ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു മുംതാസ് മാഡം. സംസാരിക്കാൻ അവസരം ഇനി നിങ്ങളുടെ വേദിയാണ്. ഇനി നിങ്ങൾക്കുള്ള സംസാരിക്കേണ്ട സമയമാണ്, മുന്നോട്ട് പോകാനുള്ള സമയമാണ്. ഇതിൽ മുംതാസ് മാഡം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ ആദ്യം നമുക്ക് വണ്ടി അങ്ങ് നീങ്ങി കിട്ടൂല കേട്ടോ. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് വിജയിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു ക്ഷമയുള്ള വ്യക്തി തന്നെയാണ് മുംതാസും. വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സ്വപ്നങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ ഉണ്ട് അവർക്ക്. ഇനി വലിയൊരു ഹയർ പിന്നിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഇവിടെ ഞാൻ എന്നും പറഞ്ഞ 90 ഡേയ്സ് മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 90 ദിവസത്തിന് മുന്നേ നിങ്ങൾ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ നിർത്താതെ ചെയ്യുകയാണെങ്കിൽ. ഇനി മുംതാസ് ചെയ്യേണ്ട കാര്യം ഇനി അങ്ങോട്ട് ഇന്നു മുതൽ അടുത്ത 90 ഡേയ്സ് മിഷൻ സെറ്റ് ചെയ്യുക. അടുത്ത 90 ഡേയ്സ് മിഷനിൽ അടുത്ത പിന്നിൽ സെറ്റ് ആക്കുക. സിൽവർ ഡയറക്ടർ എന്ന പിൻ ലെവൽ സെറ്റ് ചെയ്യുക. അത് അച്ചീവ് ചെയ്ത ഉടനെ തന്നെ അടുത്ത 90 ഡേയ്സ് മിഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ഡയറക്ടറിലേക്ക് പോകാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ പിന്നുകളും ഓരോ 90 ഡേയ്സിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അടുത്ത ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിലും മലപ്പുറത്താണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ടീമാണെന്ന് അറിയപ്പെടുന്നത്. നമുക്കിനി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകാം. ദുബായിലിരുന്നുകൊണ്ട് ഒരു വീട്ടമ്മ വീട്ടിൽ ജോലിയോടൊപ്പം ഒരു ബിസിനസ്സിൽ കണക്റ്റായി. ഇതേപോലെ തന്നെ ക്ഷമയുണ്ട്, നല്ല ക്ഷമയുണ്ട്. ക്ഷമയുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയാം, മലയാളീസിനോട് താല്പര്യമില്ല, മലയാളീസിനെ വിളിച്ച് ആരും വരില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഏത് മലയാളിയെ ജോയിൻ ചെയ്യിപ്പിച്ചാലും മൈൻഡാക്കുന്നില്ല. പിന്നെ മലയാളി ഒഴിവാക്കി ഫിലിപ്പീൻസിലും ആഫ്രിക്കയിലൊക്കെ പോയി കുറേ റൗണ്ടൊക്കെ അടിച്ച് ഒരാളെ കണക്റ്റ് ആക്കാൻ പറ്റാതെ തിരിച്ച് വീണ്ടും കേരള മലയാളികളുടെ പിറകെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. 6-7 മാസം ഇങ്ങനെ ആഫ്രിക്കക്കാരുടെയും ഫിലിപ്പീൻസിനും പിറകെ പോയിട്ടുണ്ടായിരുന്നു. ദുബായ് ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റി. ഇന്നിപ്പം വളരെ നല്ല രീതിയിൽ ഒരു 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് ശ്രീജ മാഡം. 85-ാമത്തെ ദിവസം ഇതിലെ നല്ലൊരു പിൻ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ചെറിയ പിന്നാണ്, അതിൽ ഏറ്റവും ചെറിയ പിന്നിനാണ്. ഒരു
85 ദിവസം കൊണ്ട് ബ്രോൺസ് സെലക്ടർ ആയിട്ടുണ്ട്. അടുത്ത 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്തു. സിൽവർ ഡയറക്ടർ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ ശ്രീജ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ നമ്മൾ ശ്രീജ മാഡത്തെ ഇൻവൈറ്റ് ചെയ്യാൻ. വെൽക്കം ശ്രീജ മാഡം ഫ്രം ദുബായ്. താങ്ക് യു സർ. സർ എന്നെ നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ പുതിയ ആൾക്കാർക്കൊക്കെ എന്നെ അറിയത്തില്ലായിരിക്കും, ഞാനൊന്ന് എന്നെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ആക്ച്വലി ഞാൻ പഠിച്ചു വളർന്നത് നോർത്ത് ഇന്ത്യയിലാ. അപ്പൊ എന്റെ ഒരു മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അത്രയും ക്ലാരിറ്റി വരത്തില്ല, പക്ഷെ എന്നാലും പറയാം ആവശ്യത്തിന്. ഓക്കെ, സോ എന്റെ പേര് ശ്രീജ. ഞാനിപ്പം ദുബൈയിലാ. ദുബൈ ഇരുന്നുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ റിസൈൻ ചെയ്ത സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതിന്റെ മുമ്പ് ഞാൻ ജോയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 2024 2023 എന്റെ ഹസ്ബൻഡ് വെസ്റ്റ് ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ അതൊരു വേറൊരു ടീമിലായിരുന്നു, നമ്മുടെ മലയാളി അല്ലായിരുന്നു, അത് നോർത്ത് ഇന്ത്യൻ ടീമിലായിരുന്നു. ഒരു വലിയൊരു വിന്നിംഗ് ടീമിന്റെ ആ ഒരു ലീഡറെ ഡൗൺലൈൻ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. പക്ഷെ എന്റെ ഹസ്ബൻഡിന് ആ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം ഹസ്ബൻഡ് റിസൈൻ ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാൻ വർക്കിംഗ്. അപ്പൊ ഞാൻ അതിൽ ഫോക്കസ് ഒന്നും ചെയ്യാറില്ല, കാരണം എനിക്ക് സമയമില്ല. എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ കാരണം ബൈ പ്രൊഫഷൻ ഞാൻ നേഴ്സ് ആയ കാരണം എനിക്ക് അത്രയും ഫോക്കസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ബിസിനസ്സിൽ. എനിക്ക് താല്പര്യവും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തായാലും ചുമ്മാതെ ഇരിക്കുവല്ലേ, അപ്പൊ നീ ഒരു പണി ചെയ്യ, നീ വെസ്റ്റീജ് ഒന്ന് ജോയിൻ ചെയ്യേ. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ടീമല്ല, ഞാൻ വേറെ ഒരു നല്ല ഒരു ലീഡറിനെ നിന്നെ പരിചയപ്പെട്ടു തരാം, നീ ആ ടീമിൽ നീ ജോയിൻ ചെയ്യേ. അപ്പൊ എനിക്കൊന്നും ഐഡിയ ഒന്നും ഇല്ല ബിസിനസിനെ കുറിച്ച്. എങ്ങനാ എന്റെ പ്രൊഫഷനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ ഫീൽഡിലാണെന്നൊക്കെ പറയാം. നീ എന്തായാലും തന്നെയല്ല ചെയ്യുന്നത്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ കാണും അവിടെ. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ പിന്നെ ഷാജി സാറിനെ കണക്ട് ചെയ്തു ഹസ്ബൻഡ്. അങ്ങനെ സാർ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാറ്, ഞാൻ എന്തായാലും എന്റെ സൈഡിന് ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തൊട്ട് ഞാൻ പ്രൊഡക്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, കാരണം നമ്മൾ ബിസിനസ് ചെയ്യാത്ത കാരണമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ സപ്ലിമെന്റ്സ് ഒക്കെ ആംല നീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ബിസിനസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ ആംല പറഞ്ഞ എല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ആംല നെല്ലിക്കയ്ക്കാ പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുവാണ്, കാരണം വൈറ്റമിൻ സി ആ. പിന്നെ നീം അതുപോലെ വേപ്പില, അത് നമ്മുടെ സ്കിൻ ഡിസീസിനെല്ലാം നല്ല പറഞ്ഞിട്ട് ആ 2 പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് കൂടുതലൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മളെ, കാരണം നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രൊഡക്റ്റ് യൂസുകൾ എന്തോ ഒന്നും നമുക്കറിയാത്ത കാരണം. അപ്പൊ അങ്ങനെ കഴിച്ചപ്പോ 1-2 പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തപ്പോ എനിക്ക് പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ നമ്മുടെ എന്തുവാ ഡിഷ് വാഷ്, അങ്ങനെ പിന്നെ വീട്ടിലെ ഹോം ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തപ്പോ എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടി. നമ്മുടെ അൾട്രാ സ്ക്രബും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് 2024 ഫെബ്രുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് നമ്മുടെ വെസ്റ്റീജ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാർ എന്നോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലൊക്കെ ആക്കി തന്നു. ഞാൻ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഫസ്റ്റ് എനിക്ക് എന്തുവായിരുന്നു പറഞ്ഞാൽ, എല്ലാവർക്കും വരുന്ന പോലെ എനിക്ക് ടീം ബിൽഡ് ചെയ്യാൻ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം ഞാൻ ആൾക്കാരെ കൊണ്ടും, ആദ്യം മലയാളികളെ കൊണ്ടും, അവര് പ്ലാൻ കേൾക്കും, പിന്നെ ജോയിൻ ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ നാഷണാലിറ്റിയെ കൊണ്ടുവന്നു, ഫിലിപ്പീൻസിനെ കൊണ്ടുവന്നു, ആഫ്രിക്കനെ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് പ്ലാൻ ഒക്കെ ഞാൻ തന്നെയായിരുന്നു എടുക്കുന്നത്. സാർ എന്റെ കൂടെ സപ്പോർട്ട് നിൽക്കും. ഞാൻ ഇംഗ്ലീഷ് പ്ലാൻ ഒക്കെ എടുത്തിട്ട് അവരെ ജോയിൻ. അവർ പറയും ഓക്കെ മാഡം, ഞങ്ങൾ റെഡിയാ, അങ്ങനെ പറഞ്ഞിട്ട് ഐഡിയ എടുത്ത് ഒരു ഫിലിപ്പിനാണ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. പിന്നെ അവരെ പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ ഒരു റിപ്ലൈ ഇല്ല. വേറെ ആഫ്രിക്കനൊക്കെ മാഡം ഓക്കെ, ഞാൻ ബിസിനസ് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും അങ്ങനെ കളഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു 60-70 ആൾക്കാരെ ID എന്റെ താഴെ എടുത്തിട്ട് അവരെല്ലാരും എടുത്തു. പക്ഷെ ആരും ആക്റ്റീവ്, പിന്നെ ID എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും റിപ്ലൈ തരില്ല. അങ്ങനെ ഒരു ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി 5-6 സാർ എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഡെയിലി ഞാൻ സാറിന് മിസ് കോൾ അടിക്കും, സാറ് 2 പേര് റെഡി ആയിട്ടുണ്ട് പ്ലാനിന് കേൾക്കാൻ. സാർ ഓക്കെ കൊടുക്കാം, പേഴ്സണലി കൊടുക്കും. ഓരോ ദിവസം ചിലപ്പോൾ 5-6 ഒക്കെ പേര് പ്ലാൻ കൊടുക്കുന്ന അവർ ID എടുക്കാൻ റെഡി ആകും. പക്ഷെ അവർ ആക്റ്റീവ് ആകത്തില്ല. അവർ ആക്റ്റീവ് ആകത്തില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെസ്സേജും റിപ്ലൈ തരാറില്ല. പിന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല. ഞാൻ ആകെ ഡിപ്രസ് ആകും. പിന്നെ സാറ് പറയും അത് കുഴപ്പമില്ല, ഈ ബിസിനസ് അങ്ങനെയാ ശ്രീജ, ഈ ബിസിനസിനെ കുറിച്ച് കുറച്ച് പഠിച്ച് സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന്. അങ്ങനെ ഞാൻ പഠിച്ച് ഒരു 6 മാസം വരെ ഞാൻ ഇതുപോലെ
ടീം ബിൽഡ് ചെയ്യാൻ കുറെ സ്ട്രഗിൾ എടുത്തു. എന്നാലും എനിക്ക് വിശ്വാസമാണ്, കാരണം പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് പ്രൊഡക്റ്റ് നല്ല വിശ്വാസമുണ്ട്, കമ്പനി എനിക്കറിയാം. കാരണം ഞാൻ ബിസിനസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഹസ്ബൻഡ് ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടുണ്ട്. അപ്പൊ ഞാനപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇത് അങ്ങനെ കുഴപ്പമില്ല, നീ ഷാജി സാർ ഉണ്ടല്ലോ നിന്റെ കൂടെ, നിനക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നാലും സാറിനോട് പറയാം, അപ്ലൈൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. ഏത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് സാർ എനിക്ക് എപ്പോഴും സപ്പോർട്ടിനുണ്ട്. ഞാൻ ഒത്തിരി ഒരാഴ്ച കണ്ടിന്യൂസ് ആക്ഷൻ ചെയ്യും, പിന്നെ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യും, അപ്പൊ ഞാൻ ഹാപ്പി ആകും. പിന്നെ അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഡിപ്രസ് അങ്ങാകും. സാറേ ഇനി എങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആ ഫീലിങ്സ്. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചു എന്നോട് ഇത് പറ്റത്തില്ല, വിട്ടാലോ ബിസിനസ് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാറ്. പക്ഷെ സാർ എന്റെ കൂടെ എപ്പോഴും സപ്പോർട്ട്. സാർ പറഞ്ഞു, ശ്രീജെ വിഷമിക്കേണ്ട, ടീം ആകും, ശരിയാകും. അങ്ങനെ ഈ ഫെബ്രുവരി ആയപ്പോഴത്തേന് എനിക്ക് 1-2 ആൾക്കാരെ കിട്ടി, നല്ല മലയാളികൾ. പിന്നെ ഞാൻ വേറെ നാഷണാലിറ്റി അങ്ങ് വിട്ടു. ഫെബ്രുവരി ആയപ്പോ 1-2 ആൾക്കാർ കിട്ടി. മാർച്ച് ആയപ്പം വീണ്ടും എനിക്ക് കുറച്ചുകൂടി ഒരു 5-6 ആൾക്കാർ നല്ല സ്ട്രോങ് നല്ല ആൾക്കാരെ കിട്ടി. അന്നേരം ഞാൻ അങ്ങ് വെക്കേഷൻ, എന്റെ മോന്റെ വെക്കേഷൻ ആയപ്പോ ഞാൻ നാട്ടിൽ പോയി. പക്ഷെ അവരെ ഷാജി സാറിന്റെ കൂടെ ഇരുത്താൻ പറ്റിയില്ല. നമ്മളിപ്പോ പുതിയ പ്രോസ്പെക്ടിനെ ഒക്കെ ഇരുത്താറുണ്ട് സാറിന്റെ കൂടെ, അപ്ലൈന്റെ കൂടെ, പക്ഷെ ഇരുത്താൻ പറ്റിയില്ല. പക്ഷെ ഞാൻ നാട്ടിൽ ചെന്നപ്പോ എനിക്ക് നെറ്റ് ഇഷ്യൂസ് ആയ കാരണം എനിക്ക് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ആ വന്ന ആൾക്കാരായിട്ട് ഞാൻ റെഗുലറായിട്ട് ഡയറക്റ്റ് ഫോൺ വിളിച്ച് സംസാരിച്ച് അവരോട് പറഞ്ഞു, ഞാനിപ്പം നാട്ടിലാ, കുറച്ച് ബിസിയാ, ഞാൻ തിരിച്ച് UAE പോയിട്ട് നിങ്ങളെ എല്ലാരും ഒന്ന് ഷാജി സാറിന്റെ കൂടെ ഒന്ന് ഇരുത്തി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ലാസ്റ്റ് ആയപ്പോ ഞാൻ തിരിച്ച് ഏപ്രിൽ 23rd ഞാൻ തിരിച്ച് UAE എത്തി. പിന്നെ വീണ്ടും ഞാൻ ഡൗൺലൈൻ ജോയിൻ ചെയ്ത ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തു, സാറിന്റെ കൂടെ ഇരുത്തി, അവരെ എല്ലാരും ചാർജ് ആക്കി, എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തു, ലിങ്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എല്ലാരോടും ഞാൻ പറഞ്ഞു, ഈ ലിങ്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ എല്ലാരും ഒന്നും പിടിച്ച്, നമ്മുടെ റിലേറ്റീവ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാരും ഒന്നും പിടിച്ച് കേട്ടല്ല, ഈ ലിങ്ക് ഷെയർ ചെയ്യല്ല. നിങ്ങൾക്ക് വിശ്വാസം മീൻസ് നമ്മുടെ കൂടെ എൻഡ് വരെ ആര് നിൽക്കും, അങ്ങനത്തെ ആൾക്കാരെ മാത്രം. പിന്നെ എക്സ്ട്രാ വരുമാനം വേണ്ടിയ ആൾക്കാർ, ഹൗസ് വൈഫ് അങ്ങനെ, പിന്നെ സ്റ്റുഡന്റ് ഒക്കെ ചില ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ലിങ്ക് അയച്ചു കൊടുക്കും. അങ്ങനെ എന്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം അവരെല്ലാരും അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ ഡെപ്തിൽ വർക്ക് ചെയ്യാം, അവരെ താഴെ ഉള്ള ജോയിൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 2 സ്ട്രോങ് ടീം ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ പിന്നെ ഏപ്രിൽ ലാസ്റ്റ് വന്നു, മെയ് 1 തൊട്ട് 90 ഡേയ്സ് മിഷൻ ഞാൻ തുടങ്ങി. സാറ് പറഞ്ഞു 90 ഡേയ്സ് മിഷൻ, എന്റെ അപ്ലൈന് ഷാജി സാറ് പറഞ്ഞു 90 ഡേയ്സ് മിഷൻ വെച്ച് ശ്രീജ വർക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ 90 ഡേയ്സ് വർക്ക് വെച്ച് കണ്ടിന്യൂസ് ഭയങ്കരമായിട്ട് വർക്ക് ഹാർഡ് ചെയ്തു. എനിക്ക് ഇതിനകത്തൊരു ടീം ഞാൻ സെറ്റ് ആക്കിയിട്ടേ ഉള്ളെന്ന് പറഞ്ഞ ആ വാശിക്ക് ഞാൻ അതുപോലെ വർക്ക് ചെയ്തു. കാരണം ഞാൻ 1 വർഷം ബിസിനസിനെ കുറിച്ച് പഠിച്ചു, എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി. ആര് വന്നാലും എനിക്ക് പിടിച്ചു നിർത്താനോ പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് എവിടെ നിന്നാണോ കിട്ടി. ആഫ്റ്റർ 1 year ഇതൊക്കെ സംഭവിക്കുന്നത്. അതിന് മുമ്പേ ഞാൻ അങ്ങ് വളരെ നെഗറ്റീവ് ആയിരുന്നു, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ആൾക്കാർ വരും, ഐഡിയ എടുക്കും, അന്നേരം സന്തോഷമാകും, പിന്നെ അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് ഡിപ്രസ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഞാൻ 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വീക്കെൻഡിൽ പോയാലും ആ ദിവസം ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ അതിന്റെ ഡബിൾ വർക്ക് ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആക്ഷൻ ചെയ്ത് 85 ഡേയ്സ് ആയപ്പോഴത്തേനും ഞാൻ ബ്രോൺസ് ആയി. അപ്പൊ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈൻ എന്റെ ഷാജി സാറാ, ഡൗൺലൈൻ എന്റെ സ്ട്രോങ് ഡൗൺലൈൻ ടീം ആരാ പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി സാറെ അമ്മയെ. അങ്ങനെ ആർക്കും ഒരു ഭാഗ്യം കിട്ടത്തില്ല, എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ കാരണം സാർ എനിക്കൊരു വരുമാനം വാങ്ങി തന്നു. അപ്പൊ ഞാൻ അതുപോലെ തന്നെ സാറ് അമ്മയ്ക്ക് ഒരു വരുമാനം വാങ്ങി കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എന്നോട് സാധിക്കും, എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞാൻ ഇപ്പം ബിസിനസിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു. ഇപ്പം എന്റെ ടീമിൽ തന്നെ ചില ആൾക്കാർ ഐഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ സാറിനോട് പറയും, സാറെ അവർ ആക്റ്റീവ് അല്ല, റിപ്ലൈ തരുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അവരെ റിമൂവ് ചെയ്യുക. സാർ പറഞ്ഞു ശ്രീജയ അവിടെ കിടക്കട്ടെ, അവർ പിന്നെ വരും. നമ്മൾ സാറ് ആവശ്യമില്ല, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഞാൻ അവർക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല.
അവര് പിന്നെ ഞാൻ അങ്ങനെയുള്ള വേണ്ട, ഇനിയും എനിക്ക് നല്ല ആൾക്കാരെ കിട്ടും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ സാറിനോട് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഇപ്പം കുറെ ആൾക്കാർ, ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ ഞാൻ റിമൂവ് ചെയ്തു ടീം, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റെ പ്ലാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ മലയാളം പ്ലാൻ എടുക്കാം. ഞാൻ ഇംഗ്ലീഷ് ഓക്കെയാ എടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ ഒക്കെ എടുക്കുവാൻ ഇംഗ്ലീഷ് പ്ലാന്. പിന്നെ മലയാളം പ്ലാൻ എടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകുമോ എന്തുവാണെന്ന് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഷാജി സാറ് വൈഫ് സിന്ധു മാഡം പറഞ്ഞു, ശ്രീജ എന്താ പ്ലാൻ എടുക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് ഒരു പ്ലാൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ, കാരണം എന്റെ മലയാളം പറഞ്ഞാൽ അത്രയും ഫ്ലുവന്റ് അല്ലാത്ത കാരണം. മാഡം പറഞ്ഞു അത് കുഴപ്പമില്ല, ശ്രീജയുടെ വോയിസ് ഒക്കെ നല്ലതാ, അതെ ശ്രീജ അങ്ങ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ മാഡത്തിന്റെ ആ വാക്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ മാഡം ഞാൻ ശ്രമിക്കാം. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ സാർ എന്നോട് ചോദിച്ചു ശ്രീജ പ്ലാൻ എടുക്കാവുന്നു. എനിക്ക് കോൺഫിഡന്റ് അത്ര ഇല്ലായിരുന്നു, എന്നാലും ഞാൻ പറഞ്ഞു സാറേ ഞാനൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഇപ്പം ഞാൻ ദൈവം സഹായിച്ച് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു മോർ ദാൻ 2 weeks ആയി ഞാനിപ്പം മലയാളം പ്ലാൻ എടുക്കുന്നു. അപ്പൊ ഞാനിപ്പം പ്ലാൻ എടുത്തപ്പം കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡന്റ് ആയ പോലെ, ഓരോ ദിവസം ഞാൻ പ്ലാൻ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ ഓരോരോ കണ്ടന്റുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് മലയാളം പ്ലാൻ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിപ്പം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഷാജി സാറും പിന്നെ എന്റെ ഡൗൺലൈൻസും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ കൊണ്ടുവന്ന് എന്റെ കൂടെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഓരോ ലീഡർമാർക്കും ഞാൻ നല്ല വരുമാനം എത്തിച്ചു കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. അത് എന്നോട് സാധിക്കും 100%. കാരണം എന്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, കാരണം ഞാൻ ഒരു വരുമാനം ആഗ്രഹിച്ച് വന്ന ആൾക്കാർ തന്നെ എന്റെ കൂടെ വന്നത്. അപ്പൊ ഞാൻ അവർക്ക് ഞാൻ എല്ലാവരോടും അതുപോലെ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അത്തരം വരുമാനം ഞാൻ ഉറപ്പായിട്ട് വാങ്ങി തരുന്നുണ്ടായിരിക്കും. എന്റെ സപ്പോർട്ട് എപ്പോഴും കാണും. അതുപോലെ തന്നെ എന്റെ കൂടെ ഷാജി സാർ എപ്പോഴും ഏതൊരു ബുദ്ധിമുട്ട് ബിസിനസ്സിൽ വന്നാലും ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ കുറെ ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തന്നെ സംസാരിക്കാനും എന്റെ ലൈഫിൽ തന്നെ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോഴത്തേന് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പേഴ്സണലി എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നു, ആൾക്കാരായിട്ട് ഇടപെടാനും പിന്നെ കുറെ കാര്യങ്ങൾ നല്ല പഠിക്കാനും ഒക്കെ. പിന്നെ പ്രൊഡക്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എനിക്കും എന്റെ ഫാമിലിക്ക് നല്ല വണ്ടർഫുൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡൗട്ടുകൾ ചോദിക്കാൻ ഞാൻ വിനോദ് സാറിനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. സാറിനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും സാറ് റിപ്ലൈ അതിന്റെ ഇച്ചിരി ലേറ്റ് ആയാലും തരാറുണ്ട്. താങ്ക് യു വിനോദ് സാർ. സാറിനെ ഞാൻ മിക്കവാറും ഇപ്പോഴും എന്തെങ്കിലും എനിക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ സാറിന് പേഴ്സണലിയാ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അത് ഷാജി സാറിന്റെ അനുവാദത്തോടെയാ. ക്രോസ് ലെഗ് കമ്മ്യൂണിക്കേഷൻ പാടില്ലെന്ന് അറിയാം, പക്ഷെ എന്നാലും ഷാജി സാറിന്റെ ഒരു സമ്മതത്തോടെയാ ഞാൻ സാറിനോട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. പിന്നെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫ്ലാക്സ് ഓയിൽ തവിട് എണ്ണയൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ നല്ല റിസൾട്ട് വന്നു. കൊളസ്ട്രോൾ ലെവൽ നോർമലിനേക്കാൾ താഴെ 240 സംതിങ് ആണ് 104 എത്തി നമ്മുടെ പ്രോഡക്റ്റ് സപ്ലിമെന്റ്സ് ഉപയോഗിച്ച്. അതുപോലെ എന്റെ മോന് എപ്പോഴും ഒരു മാസം 2 മാസം കൂടുമ്പത്തേന് പനിയും തുമ്മലും ജലദോഷവും ഒക്കെ വരും. ഒരു ഹോസ്പിറ്റൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസസ് ആകും, ഒരു 500-600 ദിർഹംസ് മിനിമം ആകും. പക്ഷെ ഞാൻ ഈ സപ്ലിമെന്റ്സ് മോന് കൊളസ്ട്രം, ആംല, പഞ്ച് തുളസി, നമ്മുടെ സ്പൈരുലിന ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പൊ അവന് 1.5 വർഷം ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്തേ പിന്നെ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമേ വന്നിട്ടില്ല. കാരണം അവന് ഞാൻ റെഗുലറായിട്ട് നമ്മുടെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാൽഷ്യം കൊടുക്കുന്നുണ്ട്, സ്പിരുലിന കൊടുക്കുന്നുണ്ട്. അവനും ഭയങ്കര ഹാപ്പി. അവർ പറഞ്ഞ ഈ പ്രോഡക്റ്റ് മതി, എനിക്ക് ഇനിയും ഇംഗ്ലീഷ് മരുന്ന് വേണ്ട. അപ്പൊ അതുപോലെ എനിക്ക് നല്ല പ്രൊഡക്റ്റ് സൈഡിൽ നിന്നും നല്ല ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് വന്ന പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു സ്ട്രഗിൾ വരാറുണ്ട്. പക്ഷെ എന്റെ ഒരു ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ 1 year കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ എനിക്ക് ടീമായി. ഞാൻ അതുപോലെ സ്ട്രഗിൾ ചെയ്താൽ ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പൊ കുറച്ച് നമ്മൾ ബിസിനസിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് എത്ര
നല്ല നല്ല സ്ട്രോങ് ടീം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ പുതിയ ആൾക്കാർ ക്ഷമയോടെ ഒരു 3 മാസം സാറ് പറയുന്ന പോലെ ഒരു 3 മാസം കണ്ടിന്യൂസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം. സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് 90 ഡേയ്സ് മിഷൻ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആൾക്കാർക്ക് വിജയിക്കാൻ സാധിക്കും. കാരണം എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാരണം ഞാൻ നിങ്ങളോട് പറയുക. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം പുതിയ ആൾക്കാർ, മാഡം എനിക്ക് ആൾക്കാരെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്കാർ വന്നോളും. നിങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്ത് ബിസിനസിനെ കുറിച്ച് പഠിക്കാനും പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഗെയിൻ ചെയ്യാനും ശ്രമിക്കുക. ആൾക്കാർ വന്നോളൂ, അതിന്റെ ഒരു സമയവും വന്നോളൂ. കാരണം എനിക്ക് 1 ഇയർ കഴിഞ്ഞ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ടീമുകളാണ്. 2 ടീം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സ്ട്രോങ് ടീമാ. അവർക്ക് എല്ലാവർക്കും ഞാൻ നല്ല ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. എനിക്ക് നല്ല ഒരു വിശ്വാസമുണ്ട്. അതുപോലെ ഞാൻ ഇനി എന്റെ ഓഗസ്റ്റ് 1-ാം തീയതി ആകുമ്പോഴത്തേനും 90 ഡേയ്സ് മിഷൻ കഴിയും. അടുത്ത നെക്സ്റ്റ് 90 ഡേയ്സ് മിഷൻ ഞാൻ ടാർഗറ്റ് അടുത്ത ക്വാളിഫിക്കേഷന് വേണ്ടി ഞാൻ അടുത്ത 90 ഡേയ്സ് മിഷൻ സെറ്റ് ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഓഗസ്റ്റ് 1 തൊട്ട് അടുത്ത എന്റെ 90 ഡേയ്സ് മിഷൻ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പൊ പിന്നെ വേറെ എന്തോ പിന്നെ വേറെ എല്ലാം ഏകദേശമൊക്കെ കവർ ആയെന്ന് തോന്നുന്നു. എന്തോ പറയേണ്ടിയെന്ന് അറിയില്ല, ഇത്രയൊക്കെ എനിക്ക് അറിയില്ല. പിന്നെ അതുപോലെ അതുപോലെ ഞാൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്തേ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്ലൈൻ ഷാജി സാർ എന്റെ കയ്യെ പിടിച്ചോണ്ട് എങ്ങനെ എന്നെ മുമ്പോട്ട് മേളിലോട്ട് വളർത്തിയ, അതുപോലെ തന്നെ ഞാൻ എന്റെ ഓരോ ഡൗൺലൈനിനെ അതുപോലെ കയ്യെ പിടിച്ചോണ്ട് ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും നല്ല ഒരു വരുമാനം മേടിച്ചു കൊടുക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹം. ഞാൻ മേടിച്ചു കൊടുക്കും. അത് ഞാൻ ആ ഒരു വാശി വെച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. കാരണം ഞാൻ ഒത്തിരി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു, പക്ഷെ എനിക്ക് ഇതുപോലൊരു നല്ല സപ്പോർട്ടോ ഇതുപോലെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ കുറെ ഇപ്പം എന്റെ താഴെ വന്ന എന്റെ ഡൗൺലൈൻസ് കുറെ കുടുംബങ്ങൾക്ക് ആരോഗ്യമായിട്ടും ഫിനാൻഷ്യലി ആയാലും അവരെ ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അവരെല്ലാരും ഹാപ്പിയാ എന്റെ കൂടെ. ഏതൊരു ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ അന്നേരം ക്ലിയർ ചെയ്യും. എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ എന്റെ അപ്ലൈനോട് ചോദിച്ചിട്ടായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ നന്ദി. സ്പെഷ്യൽ മൈ ഹാർട്ടിയസ്റ്റ് താങ്ക്സ് ടു അപ്ലൈൻ ഷാജി സർ. പിന്നെ ഞാൻ ഒത്തിരി സന്തോഷം. എന്റെ ഒരു സ്ട്രോങ് ലെഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്റെ അപ്ലൈൻ്റെ അമ്മ തന്നെയാ. ഞാൻ അമ്മയ്ക്ക് ഇനി അടുത്ത നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കുന്നയാ എന്റെ ടാർഗറ്റ്. കാരണം സാർ എനിക്ക് വരുമാനം മേടിച്ചു തന്നു. അപ്പൊ അതുപോലെ എനിക്കും ഒരു കടമ ഉണ്ട്. എന്റെ കൂടെ വന്ന് എന്റെ ഡൗൺലൈൻ അമ്മയും പിന്നെ വേറെ ടീം ലീഡർ എല്ലാവർക്കും ഓരോരുത്തരും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവരെ എല്ലാം മുമ്പോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും നല്ലൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നു എന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അതെല്ലാം എന്നോട് സാധിക്കുമെന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു വെൽ. താങ്ക് യു. എന്നോട് 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റ് പോലും ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് എപ്പോഴും നിർത്തുമെന്ന് നോക്കിയിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞാൽ അത്രേ ഉള്ളൂ, 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത്രയും നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആയത് സൂപ്പർ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കുറേ പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇനി ഇത് വേറെ പറയാനൊന്നുമില്ല അല്ലേ. എല്ലാ കാര്യങ്ങളും പുതിയ വന്നിരിക്കുന്ന എല്ലാവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ടാവുന്ന ഇതേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യുക. ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഒരു വിഷമം വേണ്ട. നമ്മളിതിൽ കിറ്റ് ചെയ്യാതിരിക്കുന്ന ഒറ്റ കാര്യം വേണ്ടു. കിറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ 100% വിജയിക്കും. ഇത് എൻ്റെ ഒരു ഡയലോഗ് കേട്ടോ. നിങ്ങൾ കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ 100% വിജയിക്കും. കളഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണ്. നിങ്ങൾ കളയാതിരിക്കുവാണെങ്കിൽ 100% നിങ്ങൾക്ക് എല്ലാവർക്കും വരുമാനം വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മലപ്പുറത്ത് നിന്ന് നേരെ ദുബായി എത്തി. നമ്മൾ അടുത്ത് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വെസ്റ്റീജ് കമ്പനി പോലും തീരുമാനം എടുക്കാത്ത ഒരു രാജ്യത്തേക്കാണ്. അവർ ഇതുവരെ അവിടെ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ രാജ്യമാണ് മലേഷ്യയാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരുപാട് കമ്പനികളുള്ള രാജ്യമാണ്. നമ്മുടെ കമ്പനി CEO മിസ്റ്റർ ഗൗതം ബാലി സാറിൻ്റെ എക്സ്പീരിയൻസ് 35 വർഷത്തെ എക്സ്പീരിയൻസ് മലേഷ്യൻ കമ്പനിയിലാണ്. ആ രാജ്യത്തുള്ള വ്യക്തിയാണ്. മലേഷ്യ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ മാസം പിൻ ലെവൽ ഇന്ന് ലെവൽ ആയതേ ഉള്ളൂ. സിൽവർ ഡയറക്ടറാണ്. ഇപ്പോൾ 2 ബ്രോൺസ് ഡയറക്ടർ നമ്മൾ സംസാരിച്ചെങ്കിൽ ഒരു സിൽവർ ഡയറക്ടറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. മലേഷ്യയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് ഷാഫി ഫ്രം മലേഷ്യ. കമോൺ.
താങ്ക് യു സൈദ് സാർ. സാറ് നല്ല രീതിയിൽ തന്നെ എന്നെ പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ മലേഷ്യയിലാണെങ്കിലും എന്റെ സ്വന്തം സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുന്നല്ലോ അല്ലെ. ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ് സ്ഥലം. ഇപ്പൊ നിലവിലുള്ളത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് പാർട്ട് ടൈം ആയിട്ട് വെസ്റ്റീജിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഏകദേശം 9 വർഷത്തോളമായിട്ട് ഓൺലൈൻ മേഖലയിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. പല കമ്പനിയിലും പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓൺലൈൻ പരിപാടി തന്നെ വേണ്ട, ഇപ്പം അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ജോബ് ഉണ്ടല്ലോ, ആ കിട്ടുന്ന സാലറി മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് റിയാസ് ഖാൻ സാറ്, ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് വേറൊരു കമ്പനിയിൽ. ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത കമ്പനിയിൽ എന്റെ ഡൗൺലൈൻ ആയിട്ടായിരുന്നു റിയാസ് സാർ ഉണ്ടായിരുന്നത്. ഞാനായിരുന്നു റിയാസ് സാറിനെ ആ കമ്പനിയിൽ പരിചയപ്പെടുത്തി കൊണ്ടുവന്നത്. റിയാസ് സാറാണ് ഭീമ മാഡത്തിന്റെ ഇതിലൂടെ റിയാസ് സാറ് എന്നെ ഈ ഒരു ബിസിനസ് വെസ്റ്റീജ് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പം വന്നേക്ക് മെസ്സേജ് അയച്ച സമയത്ത് തന്നെ ഞാൻ റിയാസ് സാറിനോട് പറഞ്ഞത്, ഇല്ല ഓൺലൈൻ പരിപാടിയല്ലേ, ഞാനില്ല, ഓൺലൈൻ പരിപാടി ചെയ്യുന്നില്ല. കാരണം ഒരുപാട് പൈസ അവിടെ ഇവിടെ കൊണ്ടിട്ട് കൂടെ വന്നവരുടെ ചീത്ത കേട്ട് മടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം കൂടെ വരുന്നവരോട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്, അത് നമ്മളെ വെസ്റ്റീജിനെ പോലെ 1-2 മീറ്റിംഗ് അല്ല, 5, 6, 7 മീറ്റിംഗ് അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ച് ലാസ്റ്റ് ആണ് പറയുന്നത് 20,000 രൂപക്ക് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ 5,000 രൂപക്ക് പർച്ചേസ് ചെയ്യണം, എന്നാലേ ഐഡിയ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നു. ഒരു സാധാരണക്കാരനെ കൊണ്ട് നമ്മൾ പോയി ഇത് പറയുന്ന സമയത്ത് അവര് നമ്മളെ തന്തക്കല്ല തള്ളക്കല്ല ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ വിളിക്കും. ശരിയല്ലേ? അപ്പം ആ ഒരു ചീത്ത പറയലും കാര്യങ്ങളൊക്കെ കേട്ട് ഓൺലൈൻ മേഖല മടുത്തിരിക്കുന്ന സമയത്തായിരുന്നു റിയാസ് സാറ് ഇത് വെസ്റ്റീജ് ആണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പം എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ മുതൽ തന്നെ വരുന്നത്, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണ്ടേ, അതിന് പൈസ വേണ്ടേ. അത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മൾ മേടിച്ച് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തിനാ ഓരോന്നും പോയി ജോയിൻ ചെയ്യുന്നത്. ഇന്നും എന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട് ഞാൻ 5 കൊല്ലം മുമ്പ് പർച്ചേസ് ചെയ്ത ഫോറവറിന്റെ പ്രൊഡക്റ്റുകൾ. കാരണം ഒരു യൂസും ഇല്ല, അവിടെ കിടപ്പുണ്ട്. പക്ഷെ വെസ്റ്റീജിനകത്ത് വന്നു, 1 വർഷം ആവുന്നു, 10 മാസമായിട്ടുള്ള വെസ്റ്റീജിനകത്ത് വന്നിട്ട് എല്ലാ മാസവും പർച്ചേസിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1-2 മാസങ്ങളിലെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടല്ല, എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടായിരുന്നു. ഈ മാസം അതേപോലെ തന്നെ എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പല മീറ്റിങ്ങിലും കാണാതിരിക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അപ്ലൈനെ എന്റെ അത്രയും കൂടെ ഫ്രീ കിട്ടുന്നില്ല റിയാസ് സാറിന്. അപ്പം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭീമ മേഡവും ഷാജി സാറുമാണ്. ഒരു ദിവസം അങ്ങോട്ടേക്ക് മെസ്സേജ് ഇല്ലെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ട് എവിടെയാണ് മാഷേ കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന 2 പേരാണ്, ഭീമ മേഡം ആണെങ്കിലും ഷാജി സാർ ആണെങ്കിലും. അതേപോലെ എന്റെ ടീമിലുള്ള ഓരോ ലീഡേഴ്സ് ആണെങ്കിലും, ഇപ്പം ഞാൻ ബ്രോഡ്കാസ്റ്റിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയക്കുന്നതാണ്. 2 ദിവസം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടേക്കും മെസ്സേജ് അയക്കും, എവിടെയാണ് ഒരു വിവരമുള്ളത്. പക്ഷെ അത് എല്ലാവരും ഇല്ലട്ടോ. നമ്മളിപ്പോ 100 പേർക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിൽ 5-6 പേരെ നമുക്ക് റിപ്ലൈ തരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മെസ്സേജ് കണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഈ റിപ്ലൈ തരുന്നവര് മാത്രമേ ഇന്ന് എന്റെ ടീമിൽ വിജയിച്ചിട്ടുള്ള ഓരോ ലെവലിലേക്ക് എനിക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റിയിട്ടുള്ളൂ. കാരണം ഒരു ഹായ് അയക്കുമ്പോഴായിരിക്കും നമുക്ക് കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈയിൽ മെസ്സേജ് അയക്കാം എല്ലാ ദിവസവും. ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പം ഞാനൊക്കെ ഭീമ മേഡത്തിനാണെങ്കിലും സായി സാറിനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ മാസം. കാരണം ഈ മാസം എങ്ങനെയാലും സിൽവർ പിടിക്കണം. കാരണം 2 മാസമായി സിൽവറിന്റെ വക്കത്ത് എത്തുന്നു, സിൽവർ കിട്ടില്ല. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ തിരക്കിലാവും. കാരണം എനിക്ക് വർക്കിംഗ് വരുന്നത് എല്ലാ മാസവും ഒരു 20-ാം തീയതി മുതൽ പിറ്റത്തെ മാസം 10-ാം തീയതി വരെ ഞാൻ നല്ല തിരക്കിലായിരിക്കും. ഈ ഇടയിൽ വരുന്ന ഈ 10 ദിവസമാണ് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുക. ഈ മാസം എന്തായാലും പഠിച്ച സഹായിച്ച് മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്രീ കിട്ടി. പക്ഷെ ഈ പറഞ്ഞതുപോലെ മാസം ഒരു 10-ാം തീയതി 12-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല തിരക്കിലേക്ക് പോയി. ഒന്നിനും ഒരു സമയം കിട്ടിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇത് അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു 60% ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഭീമ മാഡത്തിനും ബാക്കി സാജി സാറിനുമാണ്. കാരണം അവരാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നെ ഈ ഒരു അച്ചീവ്മെന്റ് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലോ പറയുന്നത്. കാരണം ഈ ഒരു മാസം എനിക്ക് ജോയിനിങ് എടുക്കാനോ എന്റെ കൂടെ വന്നവരെ ഒന്ന് വിജയിപ്പിക്കാനോ ഒന്നും ഈ മാസം എനിക്ക് പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ്
കൂടെ നിൽക്കുന്നവരൊക്കെ ഇൻഷാല്ല വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ വിജയിപ്പിക്കും. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ബ്രോൺസ് ഡയറക്ടർ എന്റെ ടീമിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആരാണോ ബ്രൗൺസിലേക്ക് എത്തുന്നത് അവരെ നമ്മൾ മാക്സിമം ബ്രൗൺസ് ആക്കാൻ ശ്രമിക്കുക. 12% ആരാണോ അടുപ്പിക്കുന്നത് അവരെ അതിനകത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുകളിലിരിക്കുന്ന നമുക്കാണെങ്കിലും നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാണെങ്കിലും അതിലൂടെ വിജയിക്കാൻ പറ്റും. നമ്മൾ നമ്മളുടെ വിജയം മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ടീമിലുള്ള വ്യക്തികളെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ബാക്കിയുള്ള നമ്മള് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഒരു ഫാമിലിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വെസ്റ്റീജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതാണ്. കാരണം ഫാമിലിയാണ്, നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെ ടീമിനകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ നമ്മൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇപ്പം ശ്രീജാ മേഡം മുംതാസ് മേഡം പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ ആ ഒരു മീറ്റിംഗിന്റെ ഇംപ്രഷൻ കാരണം ഐഡിയ എടുക്കും, ചിലപ്പോൾ ഒരു പർച്ചേസിങ് ചെയ്യും, പിന്നെ അവരെ വിളിച്ചാൽ യാതൊരു രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാവില്ല. അങ്ങനത്തെ പുറകെ പോയി ടൈം കളയാതിരിക്കുക. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് വന്നോളും. നമ്മളെ കൂടെ നിൽക്കുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണോ ഉള്ളത് അവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകളാണെങ്കിലും ഇനി എന്ത് ഡൗട്ടുകളാണെങ്കിലും അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അവരെ നമ്മളെ കൂടെ നിർത്തുക. ഇപ്പം മറ്റവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നല്ല സ്ട്രഗിൾ ആയിരുന്നു, എനിക്ക് ടീം ആവുന്നില്ല. ടീം ഒന്ന് ആയി വന്നപ്പോഴത്തേക്ക് എനിക്കിവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു 2-3 മാസം വെസ്റ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പം വന്ന ടീമില് ഷാഹുൽ സാറിന്റെ ടീം മാത്രമാണ് എനിക്ക് നിലനിന്ന് പോയത്. ഞാൻ അപ്പത്തേക്ക് 4 ടീം ബിൽഡ് ചെയ്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 3 ടീമും പോയി. ഷാഹുൽ സാറിന്റെ ഒറ്റ ടീം മാത്രമായിരുന്നു 3 മാസം കഴിഞ്ഞ് ഞാൻ വെസ്റ്റീജിനകത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഷാഹുൽ അപ്പത്തേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഷാഹുല് ഭീമാമേടായിട്ടാണെങ്കിലും ഇപ്പം സുരേഷ് സാർ ആയിട്ടാണെങ്കിലും സായി സാർ ആയിട്ടാണെങ്കിലും നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഷാവുല് എന്നെ വിളിക്കാറോ മെസ്സേജ് അയക്കാറില്ല, നേരെ സായി സാറിനോ റീമാറ്റാക്കോ ആണ്. കാരണം ഞാൻ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവന്റെ ടീം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ 2 മാസമായിട്ടാണ് എനിക്കും നല്ല ടീം ബിൽഡിംഗ് ആയി തുടങ്ങിയത്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. ഈ ഒരു 3 മാസം ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ടീമും അതേപോലെ ഫീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റാൻ പറ്റിയതും ഒരുപാട് ആളുകളിലേക്ക് ഓരോ അച്ചീവ്മെന്റും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ പറ്റിയതും. ഞാനും സായിസാറ് പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല, എന്നെ മീറ്റിങ്ങിനകത്തേക്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഭീമ മാഡത്തിനും, പിന്നെ അതേപോലെ തന്നെ സായി സാറിനും, അതുപോലെ വിനോദ് സാറിനും. നമ്മൾ എന്തൊരു പ്രൊഡക്റ്റിന്റെ കാര്യമാണെങ്കിലും ഗ്രൂപ്പിനകത്താണെങ്കിലും പേഴ്സണലി ആണെങ്കിലും വിനോദ് സാറിന് നമ്മൾ ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇനി അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പിന്നെ ഷീറ്റോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അതിന്റെ കൂടെ ഇതും കൂടെ ഇന്ന സമയത്ത് കഴിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ ഫാമിലിക്ക് തന്നെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം 2024 ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിൽ വരുന്ന സമയത്ത് ഞാൻ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റുകളായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. സ്പ്രേ ആയിക്കോട്ടെ, സോപ്പ്, പേസ്റ്റ് ഒക്കെ. കാരണം ഒരു ഗൾഫിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളാണ് സ്പ്രേ ഇതൊക്കെ. പക്ഷെ ഇത് മേടിച്ച് നാട്ടിലേക്ക് പോയ സമയത്ത് എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അധികം എന്റെ പർച്ചേസിങ് ഭീമമേടാണ് ചെയ്യല്. ഭീമമേടത്തിന് അറിയാൻ പറ്റുന്നുണ്ടാവും. എല്ലാ ഓർഡറിനകത്തും ഞാൻ സോപ്പും പേസ്റ്റും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ ഫാമിലിയിൽ എനിക്ക് 1-2 കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അത് മെയിൻ ആയിട്ട് ഷാജി സാറിന്റെ പ്രശ്നമായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. മോണയില് പുണ്ണ്, മോണയില് പഴുപ്പ്. വായല് പുണ്ണും മോണപ്പഴുപ്പുമായിരുന്നു. ഇപ്പം അവര് ഏകദേശം 7-8 മാസമായി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. അവർക്ക് ഇതുവരെ പിന്നീട് ഒന്ന് ഡോക്ടറെ പോയി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പുണ്ണിന്റെ വിഷയമോ അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് എണ്ണക്കടി കൂട്ടാൻ പറ്റില്ല, മീൻ കൂട്ടാൻ പറ്റില്ല, അങ്ങനത്തെ. കാരണം മീനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം വായിൽ പുണ്ണ് വരുന്ന ആളായിരുന്നു. വേറെ ആരല്ല, എന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോളാണ്, എന്റെ കസിൻ സിസ്റ്ററാണ്. അവൾക്കിപ്പം അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ എല്ലാ മാസവും അവർക്ക് വേണ്ടിയിട്ട് 2 പേസ്റ്റ് എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. അപ്പൊ പരമാവധി നമ്മൾ അതേ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഈ പറയുന്ന ഞാന് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റുകൾ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മലേഷ്യയിലായതുകൊണ്ട് നിലവിൽ മലേഷ്യയിൽ കമ്പനി ഇല്ല. ഞാൻ ഇങ്ങോട്ടേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊറിയർ ചാർജ് 1 കിലോ പ്രൊഡക്റ്റ് ഇവിടെ എത്തിക്കാൻ 2400 രൂപയാണ്. ഇന്ത്യൻ പൈസ 2400 രൂപയാണ് പറയുന്നത്.
അതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ വീട്ടിലേക്ക് എല്ലാ മാസവും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഫാമിലിയിലാണെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ട് ആണ്. പേഴ്സണലി ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ യൂസ് ചെയ്ത എല്ലാ ഇതിലും നമ്മളെ പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് തരുന്നുണ്ട്. വേറെ ഒന്നും കൂടുതൽ പറയാനില്ല തോന്നുന്നു. ഓക്കെ, കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നെ മുമ്പ് സംസാരിച്ച ശ്രീജനോടാണെങ്കിലും മുംതാസിനോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു അവസരം തന്നതില് വിന്നിംഗ് ടീമിനോടും അതേപോലെ ഷായി സാറിനോടും ഞാൻ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എന്റെ ഈ ഒരു അച്ചീവ്മെന്റ് ഇത്രത്തോളം എത്തിച്ചെന്ന ഭീമ മാഡത്തിനും ഷായി സാറിനും പ്രത്യേകിച്ച് ഒരു താങ്ക്സ്. റിയാസ് സാർ മീറ്റിംഗിനകത്തില്ല, റിയാസ് സാറിനും എന്റെ ഇതേപോലത്തെ ഒരു ഇത്. കാരണം റിയാസ് സാറും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായി. 1-2 മാസം ആയിട്ടാണ് റിയാസ് സാറിന് ഈ ഒരു ഇതിനകത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന സമയങ്ങളിലൊക്കെ റിയാസ് സാറും മെസ്സേജ് അയക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സായി സാർ. ഓക്കെ ഷാഫി, മലേഷ്യയിൽ നിന്നാണ്. റിയാസ് ഖാനും സൗദി അറേബ്യയിലാണ്. ഷാഫിയുടെ അപ്ലൈനാണ്. റിയാസ് ഖാൻ സൗദി അറേബ്യയിലാണ്. ജസ്റ്റ് ഒരു മിസ്സിംഗ് ആണ് സിൽവർ ഡയറക്ടറിൻ്റെ ചെറിയൊരു ഷോർട്ടേജസ് മാത്രം. അദ്ദേഹം ബിസി കാരണമാണ്, അദ്ദേഹം ജോലി തിരക്കാണ്, ഇതിൽ വരാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ളത് മാത്രം. അല്ലെങ്കിൽ അദ്ദേഹം സിൽവർ ഡയറക്ടർ ആയനെ ഒരു വലിയൊരു ഓർഗനൈസേഷനായി മാറി. ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ടീമാണ്. കഴിഞ്ഞ ഏകദേശം എനിക്കൊന്നൊരു വർഷം ആവുന്നേ ഉള്ളൂ. ലേറ്റസ്റ്റായി വന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ എന്താണ് സംഭവം എന്ന് എല്ലാവരും ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഏത് കമ്പനിയായാലും, ഏത് നല്ല കമ്പനി ആയി കഴിഞ്ഞാലും നല്ല പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് നമ്മളെ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടീം ലീഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എത്ര മനോഹരമായ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എത്ര നല്ല എക്സ്പീരിയൻസ് കമ്പനി ആയിക്കോട്ടെ, നമ്മളിത് വളർത്താനും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ലീഡേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നമ്മളെ ഒരു ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എല്ലാവരും കൂടെയുണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ട്. വലിയ എക്സ്പെൻസ് ഒന്നും നമുക്ക് വരുന്നില്ല. മറ്റുള്ള ടീമിനെ പോലെ ചിലവുകളൊന്നും നമുക്കധികം വരുന്നില്ല. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് വണ്ടിക്കൂലി കൊടുത്തിട്ടോ അങ്ങനെ വലിയ എക്സ്പെൻസ് നമുക്ക് അവിടെ വരാറില്ല. അല്ല, ഒരു എക്സ്പെൻസ് നമ്മൾ ആകെ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ചിലവ് മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിനോട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന, ഏറ്റവും ഈസി ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പം നോക്കിയാൽ മലേഷ്യ ഇരുന്നുകൊണ്ട് അവിടെ പ്രൊഡക്റ്റ് പോലും കിട്ടാതെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് സിൽവർ ഡയറക്ടറായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ടീമിൽ സിംഗപ്പൂർ ക്വാളിഫിക്കേഷൻ ചേർന്നിട്ടുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. ഇനി നമുക്ക് സൗദി അറേബ്യയിലും സിംഗപ്പൂരൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ഖത്തറിൽ ഇപ്പോൾ ആൾക്കാരുണ്ട്, ബഹറിലുണ്ട്. എല്ലാ രാജ്യത്തും നമുക്ക് ബിസിനസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെല്ലാവരും ഒരൊറ്റ കാര്യം, ഒരു തീരുമാനം എടുക്കുക. ഇവിടെ ഓരോ ആൾക്കാരുണ്ട്. നമുക്ക് ഇന്ന് ഏകദേശം 155 ആൾക്കാർ, എത്ര ആളുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിങ്ക് വാങ്ങിച്ചത്. ഈ ഒരു ലിങ്ക് നമുക്ക് സ്ഥിരമായിട്ട് എടുക്കണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആണ്. 72,000 രൂപ ഒരു വർഷത്തെ ചിലവുണ്ട്. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. പക്ഷേ 155 ആൾക്കാർ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും എടുത്തേ പറ്റൂ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ മാസവും 500 പേരുടെ മീറ്റിംഗായി മാറുന്നുണ്ടാവും. ഇനിമേൽ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാവില്ലേ? എക്സ്പീരിയൻസിലൂടെ വ്യക്തത മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിതാ ഈ ഒരു ജൂലൈ മാസമാണ് നമ്മളെ ഒരു റീസ്റ്റാർട്ടാണ്. കുറച്ച് കാലം മുന്നേ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ പിൻ ലെവൽ എടുക്കുന്ന ക്വാളിഫിക്കേഷൻ വരുന്ന ടീം ഓർഗനൈസേഷനാണ് നമ്മുടെ ഓർഗനൈസേഷൻ. ഇപ്പോൾ അവിടെ ചെറിയ ബുദ്ധിമുട്ട് വന്നു വെച്ചാൽ നമുക്കൊരു വരുമാനം കറക്റ്റായിട്ട് പിറ്റത്തെ മാസം അതുപോലെ എത്തിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നിട്ട് അവിടെ ഒന്ന് കുറച്ച് സ്റ്റഡി ചെയ്തിട്ട് ഒരു 6 മാസം അതിനെക്കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്ത് ഒരു സ്ട്രക്ചർ ചെയ്ത് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. ഈ ഒരു ജൂലൈ മാസം തൊട്ട് നമ്മളത് സ്റ്റാർട്ടായി. 3 അച്ചീവ്മെൻറ്റ്സ് കഴിഞ്ഞു. എനിക്ക് കുറേ അച്ചീവ്മെൻറ്റ്സ്, കുറേ പിൻ ലെവൽ, വലിയ ഹയർ പിന്നുകളിലേക്ക് വരാൻ പോകാം. ഇത് കാർ ഫണ്ട് അച്ചീവർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഞാനടക്കം 3 പേരാണ് ഉള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് കുറേ കാർ ഫണ്ട് അച്ചീവറും ക്രൗൺ ഡയറക്ടേഴ്സ് കുറേ വരാൻ പോവാണ്. ക്രൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹൗസ് ഫണ്ട്, വീടിൻ്റെ ഫണ്ട് വരെ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിലേക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ മേലൊന്നുമില്ല കേട്ടോ, ഏറ്റവും ബോട്ടത്ത് ഏറ്റവും അടിയിലൊക്കെ ക്രൗൺ ഡയറക്ടർ വരാൻ പോവാണ്. ഈ ഷാഫി സാറിൻ്റെ ഡൗണിൽ ഒരുപാട് താഴേക്ക് ക്രൗൺ ഡയറക്ടേഴ്സ് വരാൻ പോവാണ്. ഒരു ഇതും നോക്കണ്ട, ഞാൻ പുതുതാണ് ലേറ്റസ്റ്റായി ജോയിൻ ചെയ്ത് ഈ മാസം ജോയിൻ ചെയ്തതെന്ന് നോക്കണ്ട. ആർക്ക് വേണമെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ചെയ്ത സെഷൻ ഓർത്തുണ്ടോ? കഴിഞ്ഞ ചൊവ്വാഴ്ച ചെയ്ത സെഷൻ 6 മാസം കൊണ്ട് 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന സെഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വേറെ ആരും ഇതിലും സംശയിച്ചില്ല. കുറച്ച് പുതിയ ആൾക്കാരൊക്കെ എന്നോട് ഇരുന്നിട്ടുണ്ടായിരുന്നു, സാറേ എനിക്കിത് ചെയ്യണം, വാങ്ങിക്കണം, 1 ലക്ഷം 2 ലക്ഷം ഇല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം വേണം, 50,000 വേണം എന്നിട്ട് വന്ന് എന്നോട് സെപ്പറേറ്റ് കുറേ ആൾക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ബിസിനസ്സിൽ 100%
1% പോലും മൈനസ് ഇല്ല. 100% വിജയിക്കാൻ സാധിക്കുന്ന മേഖലയാണ് വെസ്റ്റീജ് കമ്പനി. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂ ആക്ഷൻ. നിങ്ങൾ ഈ ഒരു 5 ദിവസം, ഇന്നിപ്പോൾ 5 ദിവസം ഇല്ല, 29, 30, 31, 2 ദിവസം നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്തിട്ട് വരിക. എല്ലാവരും ഒന്ന് ഫ്രഷായി സടകുടഞ്ഞ് എഴുന്നേറ്റൊന്ന് വരിക. ഓഗസ്റ്റ് മാസം 1-ാം തീയതി തൊട്ട് നമ്മളെല്ലാവരും ഒരു 90 ദിവസം നിർത്താതെ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ എസ് അടിച്ചു വിടും. എല്ലാവരും എസ് അടിച്ചു വിടുക. 90 ദിവസം നിർത്താതെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യങ്ങൾ വന്നാൽ പോലും അതിൻ്റെ പുറകെ പോയി ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാതെ പോവാം. എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഒരു മിനിമം 2 മണിക്കൂർ വെസ്റ്റീജിന് കൊണ്ട് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണ്. മിനിമം 2 മണിക്കൂർ, മാക്സിമം നിങ്ങൾക്ക് അത്ര കിട്ടുമോ അത്രയും ചെയ്തു. പക്ഷേ ആ മിനിമം 2 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളോട് സംസാരിക്കുക, അപ്ലയൻസിനോട് സംസാരിക്കുക. എന്നോട് മാത്രമല്ല, നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് ആയ അപ്ലയനായിട്ട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താവോ? നേരത്തെ ഷാഫി സാർ പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ. ഒരു ഹായിലൂടെ ഒരുപാട് നോളജ് നേടിയെടുക്കാൻ പറ്റുന്ന ഓർഗനൈസേഷൻ നമ്മുടെ ഓർഗനൈസേഷൻ. ഒരു ഹായ് മതി. ശ്രദ്ധിച്ച് നോക്കിക്കുക. നിങ്ങൾ പല ആൾക്കാർക്ക് അറിയാം, ചെയ്തവർക്ക് മാത്രമേ അറിയാം. ഇപ്പോഴും അത് പറഞ്ഞിട്ട് മനസ്സിലാവാതെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളൊരു ഹായിലൂടെ ഒരുപാട് നോളജ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഹായ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റിൻ്റെ പിക്ചർ അയക്കാൻ പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ ഞാൻ റിപ്ലൈ കൊടുക്കില്ല. പ്രൊഡക്റ്റിൻ്റെ പിക്ചറും പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ചോദിക്കാൻ എന്നെ കോൺടാക്ട് ചെയ്യാൻ പാടില്ല. ഈ ബിസിനസ് നോളജിനോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, പ്രൊഡക്റ്റിൻ്റെ പിക്ചർ അയച്ചാലോ സാറേ സ്റ്റാറ്റസ് വെക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് ചോദിക്കുക. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, ആരെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡൗട്ട് വെച്ചാൽ ഞാൻ എല്ലാം വ്യക്തമായി പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് എനിക്കും നിങ്ങളുടെ ഗ്ലോയിങ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈൻ ആയിരിക്കും, ചിലപ്പോൾ അദ്ദേഹം മീറ്റിങ്ങിലില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, വിട്ടേക്കുക. നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയെ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരാണോ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, നിങ്ങളോട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മെസ്സേജ് അയക്കുന്ന അപ്ലൈൻ ഉണ്ടോ, അവരോട് ഡെയിലി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന അപ്ലൈൻ ആണെങ്കിൽ എല്ലാ ദിവസവും അവരോട് നിങ്ങൾ ഒരു 90 ദിവസം, ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യണം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം 30-ാം തീയതി ആവുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്നുകിൽ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്ന ടീം നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. ഇന്ന് തുടങ്ങിയ വ്യക്തി, ഇന്ന് ഐഡിയ എടുത്ത വ്യക്തി ആരുണ്ടോ, നിങ്ങൾ 90 ദിവസം നിർത്താതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രോൺസ് സെലക്ടർ വർക്കിലെത്താൻ സാധിക്കും, അല്ലെങ്കിൽ 12% എത്താൻ സാധിക്കും. 12% ആകുമ്പോഴേക്കും നിങ്ങൾ ടീം ഉണ്ടാവും, ആക്റ്റീവ് ആയൊരു ടീം ഉണ്ടാവും. അല്ല ഇനിയിപ്പോൾ അതിൽ 16% നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനകത്ത് 16% നിൽക്കുന്ന വ്യക്തി ഡയറക്ടർ ലെവലിലേക്ക് എത്താത്ത ആൾക്കാർ, ഡയറക്ടർ ബോണസ് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടാവും. ആ ലെവലിലുള്ള ആൾക്കാർ എല്ലാവരും ഞാനൊന്ന് സെപ്പറേറ്റ് ഇരുത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാവരും 16% എത്തിയ എല്ലാ വ്യക്തികളെയും, 12% കഴിഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മളൊരു 3 മാസത്തിനകം ഡയറക്ടർ ബോണസ് അടക്കം വാങ്ങിച്ചു കൊടുക്കുന്ന ലെവലുണ്ടാവും. വരുമാനമില്ലാതെ ഒരു ബിസിനസ് നമുക്ക് വേണ്ട. എല്ലാവർക്കും ഇൻകം വേണം. ചെറുതായാലും വലുതായാലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട്, സീരിയസ് ആയിട്ട്, സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം. 100 PV കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, മൈ റെസ്പോൺസിബിലിറ്റി, അത് കൺസിസ്റ്റൻസിയാണ്. എല്ലാവരും 14-ാം തീയതിക്കുള്ളിൽ, അത്ര വരെ പോകാനല്ല പറഞ്ഞ്, 14-ാം തീയതിക്കുള്ളിൽ നമ്മളെ കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആദ്യത്തെ 2-ാം തീയതി ഓപ്പൺ ഹൗസ് തന്നെ ചെയ്യാം. നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം നമ്മുടെ കൺസിസ്റ്റൻസിയായി മാറാൻ ഓരോ ലീഡേഴ്സും, ഈ കാണുന്ന 135 പേരുണ്ട്, 135 പേരും അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ബാക്കിയുള്ള എല്ലാ ദിവസവും അവരെ നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും. ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ 100 PV ചെയ്തു, നമ്മൾ 6 ടീം, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 6 ടീമിനെ സെറ്റ് ആക്കണു. അതിന് താഴെ അത് ബിൽഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു വരുമാനം എത്താൻ പറ്റും. 50,000 തൊട്ട് 2 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കുന്ന ഒരു ടീമിനെ നമുക്ക് സെറ്റാക്കാൻ സാധിക്കുന്നുണ്ടാവും. ആരും റെഡിയാണോ എല്ലാവരും? നമ്മളെ ഇനിയാണ് ഓൺലൈനിലൂടെ സക്സസ് ക്രിയേഷൻ ചെയ്യുന്നത്. ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സുള്ള ഓർഗനൈസേഷൻ്റെ പേരേതാണ്? അതാണ് നമ്മുടെ ടീം. 7 പറ്റം ലീഡേഴ്സുള്ള ഓർഗനൈസേഷൻ്റെ പേരേതാണ്? അതാണ് നമ്മുടെ ഓർഗനൈസേഷൻ. നമ്മളെ അംഗീകരിക്കുന്ന ഒരുപാട് ടീം നമുക്കുണ്ട്. പക്ഷേ നമ്മളെ അംഗീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിനി തകർക്കാൻ പോവുകയാണ് ഒരു വലിയൊരു ഓർഗനൈസേഷൻ. നിങ്ങളുടെ എല്ലാവരും താഴെ വലിയൊരു ടീം, നമ്മളെല്ലാവരും താഴെ വലിയൊരു വരുമാനം നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ടീമായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഷൻ ഏകദേശം ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത ആഴ്ച ഇനിയും വേറെ ഫാമിലി മീറ്റ് വേറെ ഉണ്ടും കാര്യങ്ങളുണ്ടാവും. ഇന്നത്തെ ദിവസം
ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ്സിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. എന്നാലും തീർന്നിട്ടില്ല, ഇനി 3 ദിവസം ബാക്കിയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെറിയ 8% ആവാം, ബാക്കിയുള്ളവർക്ക് 8% ആവുക, 12% വക്കിൽ ആരും. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക നിങ്ങളുടെ പോയിന്റ് എവിടെയുള്ള നെക്സ്റ്റ് ലെവൽ എവിടെയാണ് ഷോർട്ടേജസ് ഉണ്ടോ, അതിലെന്തെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് 8%, അല്ലെങ്കിൽ 12%, അല്ലെങ്കിൽ 16% ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. ബ്രോൺസ് വേണ്ട, 16% ആയിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വരുമാനത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിക്കുക. ആര് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ അപ്ലൈനോട് സംസാരിക്കുക, അവരോട് സംസാരിച്ച ശേഷം എന്നോട് സംസാരിക്കുക. സീരിയസ് ആയിട്ട് ബിസിനസ്സിന് കാണാൻ ശ്രമിക്കണം. ഇന്നത്തെ സെഷൻ ഞാൻ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.